വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുടെ വരവോടെ തിരുവനന്തപുരത്തിന്റെ മുഖച്ഛായ മാറിക്കൊണ്ടിരിക്കുകയാണ്. തുറമുഖാനുബന്ധ വികസന പദ്ധതികൾ ഓരോന്നായി നടപ്പാക്കുന്നതിലൂടെ തലസ്ഥാന നഗരി വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകും. നിലവിൽ വ്യവസായവൽക്കരണം വേഗത്തിലാക്കുന്നതിനുള്ള ഊർജിത ശ്രമങ്ങൾക്കാണ് സർക്കാർ ഊന്നൽ നൽകുന്നത്. തുറമുഖത്തോടനുബന്ധിച്ച വ്യവസായവൽക്കരണ പദ്ധതിക്കായി സംസ്ഥാന വ്യവസായ വകുപ്പ് ഇതിനോടകം മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ 8 ടൗൺഷിപ്പുകളുടെ വികസനമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിതുര, കോവളം, കാട്ടാക്കട, വെമ്പായം, മംഗലപുരം, കിളിമാനൂർ, കല്ലമ്പലം, നെടുമങ്ങാട് എന്നീയിടങ്ങളിലായി ടൗൺഷിപ്പ് വികസനം സാധ്യമാക്കാനാണ് സംസ്ഥാന വ്യവസായ വകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ പ്രദേശങ്ങൾ ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ പദ്ധതിയുടെ ഭാഗം കൂടിയാണ്. ഇതുകൂടാതെ തലസ്ഥാനത്ത് വിവിധയിടങ്ങളിലായി വ്യവസായ പാർക്കുകൾ സ്ഥാപിക്കുന്നതിന് 340 ഏക്കർ ഭൂമി സർക്കാർ കണ്ടെത്തി കഴിഞ്ഞു. അതിൽ നെയ്യാറ്റിൻകര, ബാലരാമപുരം, കാട്ടാക്കട എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. കാട്ടാക്കടയുടെ സമീപ പ്രദേശമായ കുറ്റിച്ചലിൽ 100 ഏക്കറോളം ഭൂമിയാണ് വ്യവസായ പാർക്കിനായി സർക്കാർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അഥവാ കിൻഫ്രയാണ് ഈ പദ്ധതിയുടെ നോഡൽ ഏജൻസി. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് 20 മുതൽ 30 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള നിർദ്ദിഷ്ട വ്യവസായ പാർക്കിനായി കണ്ടെത്തിയിരിക്കുന്ന നിലവിലെ ഭൂമിയിൽ സംസ്ഥാന റവന്യൂ വകുപ്പിന്റെ അനുമതി ലഭ്യമായാൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനുള്ള നീക്കങ്ങൾ കിൻഫ്ര ആരംഭിക്കും. പ്രാരംഭഘട്ടത്തിൽ കെട്ടിടങ്ങളുടെ നിർമ്മാണം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിലാകും ശ്രദ്ധ പതിപ്പിക്കുക. ഇതിനൊപ്പം വൻകിട വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനായി ജില്ലയിൽ കൂടുതൽ ഭൂമി കണ്ടെത്താനുള്ള ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണെന്നും കിൻഫ്ര മാനേജിംഗ് ഡയറക്ടർ സന്തോഷ് കോശി തോമസ് പറയുന്നു. ഇതിനു പുറമെ വിഴിഞ്ഞത്ത് 6.3 ചതുരശ്ര കിലോമീറ്റർ ലോജിസ്റ്റിക്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഹബ്ബ് സ്ഥാപിക്കാനും പദ്ധതിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കോവളത്ത് 4.01 ചതുരശ്ര കിലോമീറ്റർ ഹെൽത്ത് ടൂറിസം ഹബ്ബ് യാഥാർത്ഥ്യമാക്കാനുള്ള ആസൂത്രണങ്ങളുമുണ്ട്. കിൻഫ്രയുടെ മേൽനോട്ടത്തിലുള്ള ഈ പദ്ധതികൾ കൂടാതെ അദാനി ഗ്രൂപ്പ് അടുത്തിടെ പ്രഖ്യാപിച്ച തുറമുഖ വികസനത്തിനായുള്ള പ്രത്യേക സാമ്പത്തിക മേഖലയടക്കം ധാരാളം പദ്ധതികളും യാഥാർത്ഥ്യമാക്കുന്നതിനായുള്ള നീക്കങ്ങളും നടന്നു വരികയാണ്. ഇതിനൊപ്പം വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെ ഔട്ടർ റിംഗ് ഏരിയ ഗ്രോത്ത് കോറിഡോറും യാഥാർത്ഥ്യമാകേണ്ടതായുണ്ട്. ദേശീയപാത 66 പൂർണ്ണതോതിൽ ഗതാഗത സജ്ജമാകുന്നതോടെ മറ്റു ജില്ലകളിലെ വ്യവസായവൽക്കരണ സാധ്യതകളും ഫലമണിയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം വിവിധ പദ്ധതികൾക്കായി ഭൂമി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് ചില വെല്ലുവിളികളും സർക്കാർ നേരിടുന്നുണ്ട്. പ്രധാനമായും ഭൂമിയുടെ വിലയിലെ വർധനവാണ് സർക്കാരിന് തിരിച്ചടിയായിരിക്കുന്നത്. മുമ്പ് നിർദ്ദേശിച്ച ലാൻഡ് പൂളിംഗ് രീതിക്ക് പകരം ഭൂമി നേരിട്ട് ഏറ്റെടുക്കുന്നതിനെ കുറിച്ചാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഭൂവുടമകൾ നിലവിലെ വില നിർണയ രീതി പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതായുണ്ട്. ജില്ലയിലെ ഭൂമി ലഭ്യത വ്യാവസായിക ആവശ്യങ്ങൾക്കായി ഒപ്റ്റിമൈസ് ചെയ്യുമെങ്കിലും തുറമുഖത്തിനുള്ള ഉയർന്ന ഭൂമി വിലകൾ ഒരു ആശങ്കയായി തുടരുകയാണെന്ന് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ് ചൂണ്ടിക്കാണിക്കുന്നു. അതിനിടെ വിഴിഞ്ഞം കോൺക്ലേവിൽ സംബന്ധിക്കാനെത്തിയ നിക്ഷേപകർ തുറമുഖത്തോടനുബന്ധിച്ച് ലോജിസ്റ്റിക് പാർക്കുകൾ, സംസ്കരണ യൂണിറ്റുകൾ, വെയർഹൌസുകൾ, നിർമ്മാണ വ്യവസായങ്ങൾ എന്നിവ ആരംഭിക്കുന്നതിനായുള്ള സന്നദ്ധത പ്രകടിപ്പിക്കുകയുണ്ടായി. ഇത് വരാനിരിക്കുന്ന വലിയ നിക്ഷേപ പദ്ധതികളുടെ സൂചനയാണ്. ഇത്തരം പദ്ധതികൾ യാഥാർത്ഥ്യത്തോടടുക്കുന്നതോടെ തലസ്ഥാന നഗരി രാജ്യത്തെ തന്നെ പ്രധാന സാമ്പത്തിക സ്രോതസ്സായി പരിണമിക്കും. വാർത്തയുടെ നിറം തേടി തനിനിറം.